KSU നമുക്ക് എല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ട സംഘടനയാണ്. ഞങ്ങളെല്ലാം വളർന്നത് KSUയിലൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി അത്തരത്തിൽ എന്തെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല. KSU ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സംഘടനയാണ്. ഞങ്ങളെല്ലാം ഈ സ്ഥാനത്തെത്തിച്ചത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം KSU ആണ്. ബന്ധപ്പെട്ട് അങ്ങനെ ഒരു KSU പ്രസിഡന്റിനെ ഇതുവരെ മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ളതാണ് പരാതി. കാണാൻ സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഔദ്യോഗികമായ തിരക്കുകളുണ്ടല്ലോ. ഇപ്പോൾ സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ തിരക്കുകൾ കഴിഞ്ഞ ശേഷം സമയം കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഓരോ വ്യക്തിക്കും ഓരോ ശൈലിയാണല്ലോ. KSU ഇപ്പോഴത്തെ MLA ഉൾപ്പെടെ ഈ ആലപ്പുഴ ടൗണിലിട്ട് പോലീസ് തല്ലിച്ച് വെച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും MR അജിത്കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി വൈകിപ്പിക്കുന്നത് അത് അദ്ദേഹത്തിന് DGP പദവി കിട്ടാനാണെന്നുള്ള വിമർശനം വരുന്നുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ പരാതിയുണ്ട് ആ നടപടി വൈകുന്നതിലെന്ന് പറയുന്നു. ആലപ്പുഴയിലെ KSU പ്രവർത്തകരെ, KSU നേതാക്കന്മാരെ മർദ്ദിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു നടപടിയായിരുന്നില്ല. അന്നു മുതൽ തന്നെ UDFും കോൺഗ്രസും എല്ലാ സംഘടനകളും അതിനെ അതിശക്തമായി അപലപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. നിലവിൽ ആരൊക്കെ അതിനെക്കുറിച്ച് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എൻ്റെ റിപ്പോർട്ട് സ്വാഭാവികമായും ഗവൺമെൻറ് മുമ്പിലുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അതിപ്പോൾ അതല്ലാതെ നമ്മൾ ബാക്കിയൊക്കെ ഊഹാപോഹങ്ങളാണല്ലോ. അപ്പം നമുക്കിപ്പോൾ നടപടി കൃത്യസമയത്ത് എടുക്കേണ്ട സമയത്ത് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം നമുക്ക് ഈ ഇത്തരത്തിൽ റിപ്പോർട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ആ ഒരു ധാരണയില്ലല്ലോ. റിപ്പോർട്ടിൻ്റെ കണ്ടൻറ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു അറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ശരിയല്ല. പക്ഷേ ആരെയും സംരക്ഷിക്കേണ്ടി ഇപ്പോൾ ആരെങ്കിലും KSU പ്രവർത്തകരുടെ ദേഹത്ത് അല്ലെങ്കിൽ KSU പ്രവർത്തകരെ എന്നുള്ളതല്ല. KSU പ്രവർത്തകരാകുമ്പോൾ ഞങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ അതിലൂടെ വന്ന ആളുകളെന്ന നിലയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതൊരു വ്യക്തിയെയും അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇത്തരത്തിൽ മർദ്ദിക്കാനുള്ള അവകാശം ഒരു ഫോഴ്സിനുമില്ല. വന്നവിടെ തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മറ്റ് കുട്ടികളെയുമൊക്കെ ആക്രമിച്ചത് മൃഗീയമായ രീതിയിലാണ്. അതിനകത്ത് എല്ലാ പരിധികളും ലംഘിച്ചു. ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ പ്രതിരോധിക്കുന്നതിന് പോലീസിന് ഉപയോഗിക്കാവുന്ന ഒരു ഫോഴ്സിൻ്റെ ഒരു പരിധിയുണ്ട്. ഇവിടെ ഇതെല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടാണ് അവരുടെ തലയടിച്ച് തകർത്തത്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിച്ചവരെ ഒരാളെയും നിയമത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഒരാൾ നിയമത്തിൻ്റെ കരയിൽ നിന്ന് രക്ഷപ്പെടരുതെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം നിലപാട്. അത്തരത്തിൽ മാത്രമേ അതിനോട് പ്രതികരിക്കാൻ സാധിക്കൂ. ആ ഒരു ഉദ്യോഗസ്ഥനെ താങ്കളുടെ വകുപ്പിലുണ്ട്, ബെക്കോയിലെ MD ആണ്. അദ്ദേഹം തന്നെയായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന ജവാൻ എന്ന് പറയുന്ന മദ്യത്തിൻ്റെ ഉത്പാദനത്തിൽ ചില തടസ്സങ്ങളുണ്ടാക്കിയത്. അന്ന് താങ്കൾ തുറന്നു പറഞ്ഞു അന്ന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും അന്വേഷണ നടപടി ആയോ? ജവാൻ്റെ ഉൽപ്പാദനം നിലച്ചതുമായി ബന്ധപ്പെട്ട് ടാക്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. അവരവിടെ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. ഒരു ഇൻസ്പെക്ഷൻ ടീമാണ് അന്വേഷണം നടത്തിയത്. അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് വന്നെങ്കിൽ മാത്രമാണ് അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു ഔദ്യോഗിക നടപടി മാത്രമാണ്. അപ്പോൾ അതിലുള്ള നമ്മുടെ അഭിപ്രായങ്ങളൊന്നും സ്വാഭാവികമായും അത് സർക്കാർ തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ അതിൽ മർദ്ദിച്ചവരും മർദ്ദനത്തിന് കൂട്ടുനിൽക്കുന്നവരുമായ ആളുകളെ ഈ ഗവൺമെൻറ് സ്പെയർ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ 100% ബോധ്യം. അങ്ങനെയല്ല, സ്ഥലമാറ്റത്തിൻ്റെ ഒരു മാനദണ്ഡമാണ് എക്സൈസ്. അത് ഉദ്യോഗസ്ഥലത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. അത് സ്ഥലം മാറ്റത്തിന് മാനദണ്ഡം വേണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകുപ്പാകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യാവുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം കഴിഞ്ഞ നിരവധി വർഷക്കാലമായി സ്വന്തം ജില്ലകളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നും മലബാറിലേക്ക് മാത്രം നിൽക്കപ്പെട്ട ആളുകളുണ്ട്. അതിനകത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, രാഷ്ട്രീയവാദിയൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫോഴ്സ് ആകുമ്പോൾ സമതുലിതമായിട്ടാണ് എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ട്രാൻസ്ഫർ നോംസ് തയ്യാറാക്കപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും അവരുടെ ചോയ്സ് പറയാം. അപ്പോൾ ഒരു നോംസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത്.
ഒറ്റ കാര്യം കൂടി, ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം താങ്കളും എം പിയും ഒക്കെ പങ്കെടുത്ത ദേശീയപാതയുടെ ഒരു യോഗം നടന്നത്. അതിൽ കുറേ നടപടികൾ, തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ യോഗം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയാകാറായി. ഒരു സ്ഥലത്തും ഈ ദേശീയപാതയുടെ കരാറുകാരോ ദേശീയപാത അതോറിറ്റിയോ പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യുന്നതോ തുടക്കം കുറിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമുണ്ട്. വീണ്ടും ഒരു യോഗത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞ അത് ജില്ലയുടെ ചുമതല എന്ന മന്ത്രി എന്ന നിലയിൽ ഈ വിഷയം തീർച്ചയായിട്ടും ഞങ്ങൾ കളക്ടറുടെ ഉണ്ട്, അത് പരിശോധിക്കും. അന്ന് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നത് വളരെ കൃത്യമായ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ നടപ്പിലാക്കുകയും ചെയ്യണം. പക്ഷെ അതിനടുത്ത പല നടപടികളും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് അന്ന് അവിടെ പ്രപ്പോസ് ചെയ്യപ്പെട്ടത്. കാരണം അണ്ടർപാസുകൾ, അതോടൊപ്പം ഉയരപ്പാത, കൂടാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ വെള്ളം, ഈ ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം ജലനിർഗമന മാർഗ്ഗങ്ങൾ അടഞ്ഞുപോയത് ക്ലിയർ ചെയ്യുക, ഇത്തരത്തിലുള്ള നടപടികളാണ് അന്നവിടെ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെയാണോ അന്നെടുത്ത തീരുമാനങ്ങളിൽ ഇതുവരെ തുടങ്ങാതിരുന്നത് അത് പരിശോധിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കും.